ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, വലിയ നോമ്പിലേക്ക് നാം പ്രവേശിച്ചത് പരീക്ഷകളെക്കുറിച്ച്, പ്രലോഭനങ്ങളെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടായിരുന്നല്ലോ. സഭ വലിയ പീഡകളിലൂടെ കടന്നുപോയ നാളുകളായിരുന്നു ആദ്യ 3 നൂറ്റാണ്ടുകൾ. റോമൻ ചക്രവർത്തിമാർ ആദിമ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചതിന് ധാരാളമായ ചരിത്ര തെളിവുകളുണ്ട്. സഭയെ പീഡിപ്പിച്ചവരിൽ ഏറ്റവും ക്രൂരനായ ചക്രവർത്തിയായിരുന്നു നീറോ ചക്രവർത്തി. റോമാ നഗരത്തിന് തീ കൊടുത്തു എന്നുള്ള ദുഷ്പ്രചരണം അഴിച്ചുവിട്ട് ക്രിസ്ത്യാനികളെ വൻതോതിൽ കൊന്നൊടുക്കിയ ചക്രവർത്തിയായിരുന്നു നീറോ. അവരെ കൊന്നൊടുക്കുന്നതിനായി നീറോ അവലംബിച്ച ക്രൂരവും പൈശാചികവുമായ രീതികളെക്കുറിച്ച് റോമൻ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇപ്രകാരം ക്രിസ്ത്യാനികളെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ നീറോയെ ഏറ്റവും അധികം അസ്വസ്ഥനാക്കിയിരുന്നത് രക്തസാക്ഷികളുടെ ചിരിയായിരുന്നു. അവരുടെ ചുണ്ടുകളിൽ നിറഞ്ഞു നിന്നിരുന്ന മന്ദഹാസമായിരുന്നുവെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അവരെന്തുകൊണ്ടാണ് പുഞ്ചിരിക്കുന്നത്? ക്രൂരമൃഗങ്ങൾ അവരെ ആക്രമിക്കുമ്പോൾ, തീപ്പന്തങ്ങളായി തീ കൊളുത്തപ്പെടുമ്പോൾ അവർക്കെങ്ങനെ ചിരിക്കാൻ കഴിയുന്നു? എത്രയും വേഗം അവരെ ഇല്ലാതാക്കൂ, എനിക്ക് അവരുടെ ചിരി സഹിക്കാൻ കഴിയുന്നില്ല എന്ന് നീറോ പറഞ്ഞിരുന്നത്രേ. പ്രിയമുള്ളവരെ, പീഡകളിലൂടെ ഒരു പുഞ്ചിരിയോടെ കടന്നു പോവുക, സഹനങ്ങളെ സങ്കീർത്തനം പാടി എതിരേൽക്കുക, ഇത് ആദിമ ക്രൈസ്തവരുടെ മുഖമുദ്രയായിരുന്നുവെന്ന് ചരിത്രം സാക്ഷിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് സഹനങ്ങളുടെ തീച്ചൂളകളിൽ ആ യുവാക്കൾക്ക് സ്തോത്രഗീതം ആലപിക്കാൻ കഴിഞ്ഞത്? തീജ്വാലുകൾക്ക് നടുവിൽ ദൈവത്തിന്റെ ദൂതനെ കണ്ടെത്താൻ കഴിഞ്ഞത്? ഇതേക്കുറിച്ചാണ് ഇന്നത്തെ ഒന്നാമത്തെ വായന നമ്മോട് സംസാരിക്കുന്നത്. നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് 8-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ മോശ ഇസ്രായേലിനെ ഓർമ്മിപ്പിക്കുകയാണ് അവർ കടന്നുപോകുന്ന കനൽപാതകളെക്കുറിച്ച്. മരുഭൂമിയിലൂടെ 40 വർഷം ദൈവം അവരെ കൈപിടിച്ച് നടത്തിയതിനെ മോശ അനുസ്മരിക്കുകയാണ്. അത്ര എളുപ്പമല്ലായിരുന്നു ആ നാളുകൾ. വേദനിച്ചതിൻ്റെ, വിശന്നതിൻ്റെ, ദാഹിച്ചതിൻ്റെ, ശത്രുഭയമേറ്റതിൻ്റെ ഒക്കെ വിവരണങ്ങൾ അവർക്ക് ഓർക്കാനുണ്ട്. പക്ഷെ അതിൻ്റെ എല്ലാം പരിസമാപ്തി എന്നോണം മോശ ഓർമ്മിപ്പിക്കുകയാണ്, ആ 40 സംവത്സരവും നിങ്ങളുടെ വസ്ത്രങ്ങൾ പഴകിപ്പോയില്ല, നിങ്ങളുടെ പാദങ്ങൾ വിണ്ടുപൊട്ടിയില്ല. പിതാവ് പുത്രനെ എന്നതുപോലെ അവിടുന്ന് നിങ്ങളെ കരങ്ങളിൽ സംവഹിച്ചു. പ്രിയപ്പെട്ടവരെ, എത്ര മനോഹരമായ ഒരു ഓർമ്മയാണ്. മരുഭൂമിയിലൂടെ കടന്നുപോയ 40 നാളുകളിൽ അവരുടെ ഭൗതികമായ വസ്തുക്കൾക്ക് കേടുപാടുകൾ സംഭവിച്ചില്ലെങ്കിൽ അവരുടെ ശരീരങ്ങൾക്ക്, അവരുടെ ആത്മാക്കൾക്ക് എന്തുമാത്രം ദൈവകൃപയെ അനുഭവിക്കാൻ കഴിഞ്ഞു, ദൈവിക പരിപാലനയിൽ ആഴപ്പെടാൻ കഴിഞ്ഞുവെന്ന് ഒന്നാമത്തെ വായന നമുക്ക് പറഞ്ഞു തരുന്നു. രണ്ടാമത്തെ വായന വ്യക്തിപരമായ സഹനങ്ങളോടുള്ള നമ്മുടെ സമീപനത്തെക്കുറിച്ചാണ് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നത്. മക്കബായരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 18 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന വൃദ്ധനായ എലയാസറിനെയാണ്. പീഡകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ പ്രലോഭനങ്ങൾ കൂടി കടന്നു വരുന്നുണ്ട്. വൃദ്ധനായ എലയാസറിനെ ചതിയിൽ കൊടുക്കാൻ സാധ്യമല്ല എന്ന് വരുമ്പോൾ പീഡകര് ഒരു സൂത്രം പ്രയോഗിക്കുന്നുണ്ട്: അഭിനയിച്ചാൽ മതി. ഈ അഭിനയം കണ്ട് മറ്റുള്ളവർ അവരുടെ മതവിശ്വാസങ്ങളെ ത്യജിക്കാൻ തയ്യാറായാൽ താങ്കൾക്ക് പാരിതോഷികങ്ങൾ നൽകാം. അതിന് വൃദ്ധനായ എലയാസർ നൽകുന്ന മറുപടി വളരെ ശ്രദ്ധേയമാണ്. അദ്ദേഹം പറയുകയാണ്, വാർദ്ധക്യത്തിൻ്റെ അന്തസ്, നരച്ച മുടിയുടെ മഹത്വം, ദൈവദത്തമായ പരിശുദ്ധമായ നിയമങ്ങളുടെ സാന്നിധ്യം, ബാല്യം മുതലേ പാലിച്ചു പോരുന്ന ഉത്തമ ജീവിതം, ഈ 4 കാര്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് എനിക്കിനി ഒരു പുതിയ ജീവിതം വേണ്ട, സൗഭാഗ്യങ്ങൾ വേണ്ട. എലയാസർ വഞ്ചിച്ചുവെന്ന് ചെറുപ്പക്കാർ പറയാൻ പാടില്ല. പ്രിയപ്പെട്ടവരെ, ക്രൂരമായ സഹനങ്ങൾക്ക് മുമ്പിൽ ഒരു വൃദ്ധ പകർന്നു വരുന്ന ജ്ഞാനസൂക്തങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം. അന്തസ്സും മഹത്വവും നിയമവും, ഇത്രയും നാളും ജീവിച്ചു പോകുന്ന ഒരു ജീവിത പശ്ചാത്തലവും, അവയെ വിലമതിച്ചുകൊണ്ട് ഏതു സഹനങ്ങളിലേക്കും ഒരു പുഞ്ചിരിയോടെ കടന്നു ചെല്ലാൻ എലയാസർ തയ്യാറാകുന്നത് പോലെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്ന പ്രലോഭനങ്ങളെയും പീഡകളെയും ഇതേ മനോഭാവത്തോടെ നേരിടാൻ നമുക്ക് സാധിക്കണമെന്ന് രണ്ടാമത്തെ വായന നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മൂന്നാമത്തെ വായനയിൽ പത്രോസ്ലീഹ എഴുതുന്ന 1-ാമത്തെ ലേഖനം 4-ാം അധ്യായം 12 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ്ലീഹ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നുണ്ട്: നിങ്ങളെ പരിശോധിക്കാനായിട്ട് അഗ്നിപരീക്ഷകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആകുലപ്പെടരുത്. മറിച്ച് ക്രിസ്ത്യാനി എന്നുള്ള നിലയിലാണ് നിങ്ങൾ സഹിക്കുന്നതെങ്കിൽ അഭിമാനത്തോടുകൂടി ആ സഹനങ്ങളിലൂടെ കടന്നു പോകണം. നമുക്കറിയാം, അഗ്നി പരീക്ഷിക്കപ്പെടുന്നത് അതിൻ്റെ മാറ്റ് വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. എന്തുമാത്രം അഗ്നിയിലൂടെ അത് കടന്നു പോകുന്നോ അത്രമാത്രം അതിൻ്റെ ശോഭ, അതിൻ്റെ മാറ്റ്, മൂല്യം വർദ്ധിക്കും. ഇതുപോലെ ഓരോ ക്രിസ്ത്യാനിയെയും തേടി വരുന്ന സഹനങ്ങളും പീഡകളും
അവരുടെ യഥാർത്ഥ മാറ്റ് മൂല്യം വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, സുവിശേഷത്തിലേക്ക് വരുമ്പോൾ ഈ 3 ചിന്തകളെയും ക്രോഡീകരിക്കുന്ന അതിമനോഹരമായ ഭാഗമാണ് നമ്മൾ ശ്രവിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതൽ 9-ാം അധ്യായം 1-ാമത്തെ വാക്യം വരെ. അവിടെ നമ്മുടെ ശ്രദ്ധ പതിയേണ്ട ഒരു തിരുവചനമുണ്ട്. നീ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടമായാൽ എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ആദിമ ക്രിസ്ത്യാനികളും എലയാസറും പത്രോസിന്റെ ശ്രോതാക്കളുമെല്ലാം സഹനങ്ങളിലൂടെ കടന്നുപോയത് ആത്മാവിനെക്കുറിച്ചുള്ള വലിയ പ്രത്യാശയിലാണ്. വലിയ രത്നം കണ്ടെത്തുന്ന വ്യാപാരി ചെറിയ രത്നങ്ങളെ കൈവിടുന്നത് പോലെ സ്വർഗീയമായ സൗഭാഗ്യങ്ങൾ തങ്ങളെ കാത്തിരിപ്പുണ്ടെന്ന് മനസ്സിലാകുമ്പോൾ ലൗകികമായതിനെ ത്യജിക്കാൻ, ഉപേക്ഷിക്കാൻ അവർ തയ്യാറാകുന്നു. എത്ര തീക്ഷ്ണതയോടാണ് പൗലോസ്ലീഹ പറയുന്നത്, എനിക്ക് നേട്ടമായിരുന്നവയെല്ലാം ഞാൻ ഉച്ഛിഷ്ടം പോലെ കണക്കാക്കി, ഞാൻ അവയെല്ലാം വിസ്മരിച്ചിട്ട് മുമ്പിലുള്ളവയെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ലൗകികമായവയെ, നമ്മുടെ ശരീരത്തിന് സുഖം പകരുന്നവയെ ഉപേക്ഷിച്ച്, നമ്മുടെ ആത്മാവിനെ അപകടത്തിലേക്ക് നയിക്കുന്നവയെ ഉപേക്ഷിച്ച് ദൈവികമായ നന്മകളെ സ്വന്തമാക്കാനുള്ള ഒരാഹ്വാനമാണ് തിരുവചനം നമുക്ക് നൽകുന്നത്. ആദിമ ക്രൈസ്തവരെ പോലെ പീഡകൾ നമ്മളെ കാത്തിരിപ്പില്ലെങ്കിലും, എലയാസറിനെ പോലെ വലിയ പ്രലോഭനങ്ങൾ നമ്മളെ കാത്തിരിപ്പില്ലെങ്കിലും, അഗ്നിപരീക്ഷകളിലൂടെ കടന്നു പോകേണ്ടി വരുന്നില്ലെങ്കിലും, ജീവിതത്തിൽ നന്മതിന്മകളെ തിരിച്ചറിയുന്നതിൽ, തിരഞ്ഞെടുക്കുന്നതിൽ നമുക്കിന്നും ധാരാളം അവസരങ്ങളുണ്ട്. ഈ വലിയ നോമ്പിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പരിശോധിക്കാം, ഞാൻ ഏത് പക്ഷത്താണ്? നന്മയുടെയോ തിന്മയുടെയോ? സഹനങ്ങളുടെ പാതകളെ സഭ വിസ്മരിച്ച നാളുകൾ സഭാചരിത്രത്തിലുണ്ട്. അത് കുരിശിന് ചിന്തയിലിട്ട നാളുകളാണ്. ആ നാളുകളിലായിരുന്നു സഭ ഏറ്റവും കൂടുതൽ അധപതനങ്ങളിലേക്ക്, ധാർമ്മികമായ മൂല്യച്യുതികളിലേക്ക് കടന്നുപോയതെന്ന് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. കുരിശില്ലാതെ കിരീടമില്ലെന്നൊരു പ്രയോഗമുണ്ടല്ലോ. സഹനങ്ങൾ സ്വർഗത്തിലേക്ക് നയിക്കുന്ന വിശാലമായ പാതകളാണ്. അടയ്ക്കപ്പെട്ട പറുദീസായെ തുറക്കുന്ന താക്കോലുകളാണ് സഹനങ്ങൾ. സഹനങ്ങളെയും പീഡകളെയും സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് അവ ഉദ്ധാനത്തിലേക്ക് വഴി തുറക്കുന്ന കവാടങ്ങളാണെന്നുള്ള ഓർമ്മയോടുകൂടി ഈ നോമ്പുകാലം സഹനങ്ങളെ ആലിംഗനം ചെയ്യാൻ, സഹനങ്ങളിലൂടെ സന്തോഷപൂർവ്വം കടന്നുപോകാൻ നമുക്ക് ദൈവകൃപകളെ യാചിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.